മലയാള സിനിമയെ സംബന്ധിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള മൂവി ഫ്രാഞ്ചൈസികൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഒന്നും രണ്ടും ഭാഗങ്ങൾ, മൂന്നും ഭാഗങ്ങൾ ഉണ്ടായിട്ടുള്ളതുണ്ട്. പക്ഷേ അന്തർദേശീയ തലത്തിലേക്ക് മലയാള സിനിമയെ കൊണ്ടെത്തിച്ച അല്ലെങ്കിൽ അത്രയ്ക്ക് ശ്രദ്ധ നേടിക്കൊടുത്ത ഒരു സിനിമയേ ഉള്ളൂ, അത് ദൃശ്യം തന്നെയാണ്. ദൃശ്യം ഇറങ്ങിയതിന് ശേഷം മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. അതൊരു ബ്രാൻഡ് എന്നുള്ള ലെവലിലേക്ക് എത്തിപ്പെടാൻ കാരണം അതിനുണ്ടായ റിസപ്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ലാലേട്ടനെ ഒരു ബ്രാൻഡാക്കി മാറ്റിയ സിനിമ വേണമെങ്കിൽ ദൃശ്യം എന്ന് പറയാം. കാരണം ബോക്സ് ഓഫീസ് വൈസ് ഇപ്പൊ നമ്മള് ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ ഒരു 2010 ശേഷം ലാലേട്ടൻ ഒരു കൂട്ടുകെട്ട് ഡയറക്ടറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ലാലേട്ടൻ ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. ഇതിലിപ്പോ ഒരു എബവ് ആവറേജ് അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയാനുള്ളത് 12th Man മാത്രമാണെങ്കിലും ബാക്കിയൊന്നും ഇപ്പൊ ദൃശ്യം 2, നേര്, ഇതൊക്കെ തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി ഫിലിംസ് ആണ്. ഇപ്പൊ നേര് റിലീസിന് ശേഷം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ സിനിമ ലാലേട്ടന് ഹിറ്റ് ഇല്ലാണ്ടിരുന്ന സമയത്ത് കൃത്യമായിട്ടൊരു തിയേറ്റർ സക്സസ്, ബോക്സ് ഓഫീസ് ബ്ലോക്ക് ബസ്റ്റർ കൊടുത്ത സിനിമയായിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ കറക്റ്റ് ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണത്. അപ്പൊ ഇനി തിരിച്ചു വന്നിട്ട് ഒന്നും കൂടി ഇറങ്ങി അടിക്കാനുള്ള ഒരു ചെറിയൊരു പടം. നമ്മൾ ദൃശ്യത്തിന്റെ കാര്യം പറഞ്ഞാൽ ആ ഫാമിലി പടം കാണാൻ പോയിട്ട് നമ്മൾ ഞെട്ടാൻ പോവുകയാണ് സത്യത്തില്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം 2013 ഡിസംബർ 19 അന്നാണ് സിനിമ റിലീസ് ആവുന്നത്. ഈ റിലീസിന്റെ മുന്നേ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ട്രെയിലർ വന്നു, അതുപോലെ തന്നെ മാരുവിൽ കുട നിർത്തി എന്നുള്ളൊരു സോങ് വന്നു. അപ്പൊ എല്ലാവരും ഓക്കെ, നമ്മളൊരു നല്ല ലാലേട്ടന്റെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഫാമിലി പടം കാണാൻ പോകാന്നുള്ളൊരു ഇതിലാണ് നമ്മളൊക്കെ പോയിട്ടുള്ളത്. എന്താണ് തിയേറ്ററിൽ പോയിട്ട് സംഭവിച്ചിട്ടുള്ളത് അത് ഫസ്റ്റ് ടൈം ഉണ്ടവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. സത്യം പറഞ്ഞു, ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ 50 CR കളക്ട് ചെയ്യുന്ന സിനിമയാണ്. അതിന്റെ മേലെ കളക്ട് ചെയ്തിട്ടുണ്ട്, ഒരു 62 CR ഒക്കെയാണ് കളക്ഷൻ വന്നിട്ടുള്ളത്. പക്ഷെ ആ സിനിമയുടെ അന്നത്തെ കാലത്ത്, അതായത് 2013 ആ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് ഏകദേശം 10 കോടിയുടെ താഴെയാണ്. അന്ന് അത് അവർക്ക് ബമ്പർ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, പിന്നെ ആ റെക്കോർഡ് ഒന്ന് വരാൻ വേണ്ടിട്ട് തന്നെ 2 വർഷം വേണ്ടി വന്നു. ഇപ്പൊ നമുക്ക് ഫാമിലി പടത്തിന്റെ കാര്യം പറഞ്ഞാൽ അന്ന് ലാലേട്ടൻ ചെയ്ത പടങ്ങൾ ഇന്നത്തെ ചിന്തേഷം, രസതന്ത്രം, ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്നേഹവീട്, ഇതൊക്കെ തന്നെ. അതെ, ഇതൊക്കെയാണ് അതേ ടൈപ്പ് പടം എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് നമ്മൾ കണ്ടത് ഒരു ഭയങ്കര ക്രൈം ഡ്രാമ ആയിരുന്നു. അത് ജോണറിന്റെ മലയാളത്തില് എണ്ണം പറഞ്ഞ ത്രില്ലറുകൾ അതെ ഒന്നായി മാറി. ജോർജ് കുട്ടിയുടെ 3ാം അംഗം ഒരുങ്ങുമ്പോൾ സിനിമയിലത്തെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഇപ്പൊ അവരെ പഴയ റോള് തന്നെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മോഹൻലാലിന്റെ ഫാമിലി, ആശാ ശരത്തിന്റെ ഫാമിലി, ഇതാണ് ഈ 2 ഫാമിലികൾ തമ്മിലുള്ളതാണുള്ളത് വരുന്നത്. അപ്പൊ മോഹൻലാൽ, മീന, എസ്തർ, അൻസിബ എന്നുള്ള അവരുടെ ഫാമിലി, ഇപ്പൊ ആശാ ശരത്ത് സിദ്ദീഖ് എന്നുള്ള അവരത്. ഇതല്ലാണ്ട് വരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീം, അതെ, ഗണേഷ് കുമാർ, അഞ്ജലി. ഇപ്പോ ഈ സിനിമയിലെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ പോലെ വീണ നന്ദകുമാർ കാണിക്കുന്നുണ്ട്. അപ്പൊ അതേമാതിരി അണ്ടർ കവർ കോപ്സ് ആയിട്ട് നമ്മളിപ്പോ ദൃശ്യം 2 വന്നപ്പോ അഞ്ജലിയുടെ കാര്യം പറഞ്ഞ അതേമാതിരി തന്നെ സുമേഷ് ചന്ദ്രൻ, മൂപ്പരാണല്ലോ കണ്ടിട്ട് പോകണം. അതെ, അതേമാതിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ദിനേശ് പ്രഭാകർ, സായ് കുമാർ. ഇത് ദിനേശ് പ്രഭാകറിനെ ട്രെയിലറിൽ കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. കാരണം അയാൾ അവിടെ നടന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതാക്കണെന്ന് അറിയില്ലല്ലോ. അയാള് പുറത്തു പറഞ്ഞു കഴിഞ്ഞ കേസ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് കൊണ്ട് ഭയങ്കര ഇതിലാണ് നിൽക്കുന്നത്. സുജിത് വാസുദേവ് ആയിരുന്നു ദൃശ്യം 1ാം ഭാഗത്തിന്റെ സിനിമോട്ടോഗ്രാഫർ. അതിനുശേഷം ദൃശ്യം 2ഉം അതുപോലെ തന്നെ ഇപ്പൊ ദൃശ്യം 3യും സതീഷ് കുറുപ്പാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലാലേട്ടൻ ജിത്തു ജോസഫ് കോംബോ എന്ന് പറയുന്ന പോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ജിത്തു ജോസഫ് സതീഷ് കുറുപ്പ് കോംബോ എന്ന് പറയുന്നത്. കാരണം മിസ്റ്റർ മിസിസ് റോഡി തൊട്ടിട്ടാന്ന് തോന്നുന്നത് മലയാളത്തിൽ ഇവരങ്ങോട്ട് എല്ലാ പടങ്ങളും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കൂമനാണെങ്കിലും 12th Man ആണെങ്കിലും അതിനുശേഷം വന്ന് നുണക്കുഴി, വലതുവശത്തെ കള്ളൻ, മിറാഷ്, എല്ലാ സിനിമകളും സതീഷ് കുറുപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ജിത്തു ജോസഫിന്റെ കൂടെ. ദൃശ്യം 1 മ്യൂസിക് 2 പേരാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് വിനു തോമസും അതുപോലെ തന്നെ അനിൽ ജോൺസണും. മ്യൂസിക്കില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അനിൽ ജോൺസൺ ആണ് ഈ 3 സീരീസിലും ചെയ്തിട്ടുള്ളത്. വിനു തോമസ് മാരുവിൽ കുട നിർത്തി എന്നുള്ള ഒറ്റ സോങ് മാത്രമാണ് ദൃശ്യം 1 ചെയ്തിട്ടുള്ളൂ. ബാക്കി വരുന്ന സീരീസിലൊക്കെ അനിൽ ജോൺസൺ ആണ് സോങ്സ് ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത്. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പാർട്ടിലുള്ള ആ മെയിൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് പിന്നെ സെക്കൻഡ് പാർട്ടിലൊക്കെ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം തേർഡ് പാർട്ടിക്ക് വന്ന സമയത്ത് നമ്മൾ ട്രെയിലർ കാണുന്ന സമയത്ത് അതിനകത്ത് കൊടുത്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഒരു ഹോളിവുഡ് സ്റ്റൈലൊക്കെ പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള മ്യൂസിക്കാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും സിനിമയിൽ പുള്ളിയുടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണെന്ന് വിചാരിക്കുന്നു. സിനിമയുടെ എഡിറ്റിംഗ് VS വിനായക്,
ദൃശ്യത്തിന്റെ ആദ്യത്തെ പാർട്ടിന്റെ അയൂബ് ഖാൻ ആയിരുന്നു എഡിറ്റർ. പക്ഷെ ദൃശ്യം 2 തുടങ്ങി ജിത്തു ജോസഫിന്റെ പിന്നെ വന്നുള്ള സിനിമകളിലൊക്കെ എഡിറ്റർ ആയിരുന്നു VS വിനായക്. അദ്ദേഹം തന്നെയാണ് ദൃശ്യം 3യുടെ എഡിറ്റിങ്. ദൃശ്യം 2നെ സംബന്ധിച്ച് തന്നെ നമുക്ക് അതിലെ കട്ട്സ് കണ്ടാൽ അറിയാം. കാരണം ചില ഷോട്ട്സുകൾ 2 ഫ്രെയിം വന്നിട്ടുള്ള CCTV ഫുട്ടേജിന്റെ ഒക്കെ ദൃശ്യങ്ങളുണ്ട്. മോഹൻലാൽ ആ ഫോണിൽ നോക്കിയിട്ട് അത് കാണുമ്പോൾ മോഹൻലാലിന്റെ ഫേസ് തിരിച്ച് കട്ട് ചെയ്ത സീനൊക്കെ ഭയങ്കരമാണ്. അപ്പൊ എഡിറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. VS വിനായക് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കും. ദൃശ്യം 3 ഇതാ അടുത്ത ദിവസം തന്നെ റിലീസ് ആവാൻ പോവുകയാണ്. അപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഒരു ഹിമാലയൻ എക്സ്പെക്ടേഷനുള്ള ഒരു സിനിമയാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ അതൊരു കോമൺ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി സിനിമയെ എന്താ പറയാ കൂടുതലായിട്ട് സിനിമ കാണുന്ന ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം ജിത്തു ജോസഫിന്റെ മുന്നേ ഇറങ്ങിയിട്ടുള്ള കുറച്ച് പരാജയ സിനിമകൾ, അതായത് മിക്സഡ് റെസ്പോൺസ് വന്നതും അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാത്ത സിനിമകൾ, അത് വന്നതിന് ശേഷം ഇത് വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് സത്യം പറഞ്ഞു. കാരണം നമ്മള് വലതുവശത്തേക്കുള്ള റിലീസാണ് സത്യം നമ്മൾ പറഞ്ഞിരുന്നു. ഈ സിനിമയെ സംബന്ധിച്ചോർത്തിരിക്കും ബാക്കി ദൃശ്യത്തിലേക്കുള്ള നമ്മുടെ എക്സ്പെക്ടേഷനും ടെൻഷനും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൗൺ ആയി. പക്ഷെ ഈ സിനിമ എന്തായാലും നന്നാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ പുള്ളിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ മിറാഷ് അത് വളരെ മോശം സിനിമയായിരുന്നു. അതിനു മുമ്പ് നുണക്കുഴി ഒരു മിക്സഡ് വന്നിട്ട് ഒരു അത്യാവശ്യം കളക്ട് ബേസിലിന്റെ മുകളിലോട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കളക്ഷൻ മൂപ്പര് ചെയ്ത് മൈ ബോസ് വെച്ച് നോക്കുമ്പോ നുണക്കുഴി ഒന്നുമല്ല. മൂപ്പര് കോമഡി ചെയ്യാൻ വെക്കുന്ന ആളാണല്ലോ. അപ്പൊ അടുപ്പിച്ചൊരു 3 പരാജയ സിനിമകൾക്ക് ശേഷം വരുന്ന ഒരു ഇമ്പോർട്ടന്റ്, അതായത് കരിയറിലെന്നല്ല മോളിവുഡിലെ ഇമ്പോർട്ടന്റ് ഫിലിമാണ് ദൃശ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ദൃശ്യം 2ന്റെ കാര്യം എടുത്ത് പറയുമ്പോൾ സിനിമയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ തോന്നിപ്പോയിട്ടുള്ള സീൻസ് സിനിമയിലാണ്. ഓട്ടോ ഡ്രൈവേഴ്സ് തമ്മിൽ മറ്റേ വെള്ളടിക്കുന്ന സീൻ, അത് അത്ര ഇമ്പോർട്ടന്റ് സീനാണ്. കാരണം ഇത് ആ കേസുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളതും ലാലേട്ടൻ ഇത് അറിയുന്നത് അപ്പോഴാണ്. പക്ഷെ അത് അങ്ങോട്ട് കണക്ട് ആയില്ല. അത് വിമർശനം ആ സിനിമയിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും ജിത്തു ജോസഫിനെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പുള്ളിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിക്കാനും പുള്ളിക്ക് കഴിയുന്നില്ല. അത് സത്യത്തില് ഇനി എനിക്ക് ദൃശ്യം 3 റിലീസ് ആവുന്നതിനെ സംബന്ധിച്ച് ഏറ്റവും എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇതൊരു ത്രില്ലർ ഫിലിമാണ്. അതായത് ദൃശ്യം 2ന്റെയും ദൃശ്യം 1ന്റെയും പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എൻഡ് ട്വിസ്റ്റ് ആണ്. എൻഡ് ട്വിസ്റ്റ് എന്തായാലും ഇതിലുണ്ടാവും എന്നുള്ള കാര്യത്തിലല്ല. പക്ഷെ ഇപ്പൊ അടുത്തായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പ്രസക്ത ഭാഗങ്ങൾ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്യണ ഒരു വൃത്തികെട്ട പ്രവണത ഇപ്പൊ വന്നിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ ഇരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് തിയേറ്ററിൽ ഇരിക്കുന്ന ആൾക്കാർ എക്സ്പ്രഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നത്, അതിൽ ഏറ്റവും മോശം ഫ്ലാഷ് അടിച്ചിട്ട് അപ്പുറത്തെ സിനിമ കാണുന്നവരെ വെറുപ്പിക്കുന്നതാണ്. ഞാൻ ഇരുന്ന് സിനിമ കാണുമ്പോൾ ഫ്ലാഷ് നമ്മുടെ ഫേസിൽ, അതെ, നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് സിനിമ കാണേണ്ട അവസ്ഥ. എന്താ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എൻഡ് ട്വിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സസ്പെൻസ് ആണ് ഈ സിനിമയുടെ ആത്മാവ്. അത് നമ്മൾ രാവിലെ ഇൻസ്റ്റാഗ്രാം തുറന്ന ആദ്യത്തെ ക്ലിപ്പുകളാണ് കണ്ടു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിനിമ കാണാനുള്ള ഒരു പോകല്ലേ. ഫസ്റ്റ് ഡേ കാണാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, വ്യാഴാഴ്ച റിലീസായിട്ട് ഞായറാഴ്ച കാണാൻ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒന്നാമത്തെ കാര്യം, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യരുത്. തൽക്കാലം അങ്ങനല്ല, തിയേറ്ററിൽ നിന്ന് ക്ലിപ്പ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് പൈറസിയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമേനെ ചില ആൾക്കാർ ഇപ്പൊ അതൊരു PR ആയിട്ട് ആ സിനിമേനെ ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ചില ആൾക്കാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഒരു വലിയ കാര്യമായിട്ട് ഇത് പ്രകടനമായിട്ടും കാണിക്കുന്നുണ്ട്. അതൊരു മോശം പ്രവണതയായിട്ടാണ് തോന്നുന്നത്. ദൃശ്യം 3നെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാവരുതെന്നാണ് എന്റെ ആഗ്രഹം.